CPM പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ഡൽഹിയിലല്ല തിരുവനന്തപുരത്താണ് നടക്കുക. തിരുവനന്തപുരത്തെ വിളപ്പൽശാലയിലെ EMS അക്കാദമിയിലാണ് യോഗങ്ങൾ നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, ഡൽഹിയിലെ കേന്ദ്രവിരുദ്ധ സമരം, കേരളത്തിലെ ഗവർണർ സർക്കാർ പോര് ഇവയൊക്കെ തന്നെ ഇന്നത്തെ അജണ്ടയിലുണ്ട് എന്നറിയുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ പ്രതീഷ്. വെരി ഗുഡ് മോർണിംഗ് SKN. CPIഎമ്മിൻ്റെ ദേശീയ നേതൃയോഗങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. 3 ദിവസങ്ങളിലായാണ് നേതൃയോഗം നടക്കുക. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിളപ്പിൽശാലയിലുള്ള EMS അക്കാദമിയിലാണ് ഈ യോഗം നടക്കുന്നത്. പ്രധാനമായും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM ദേശീയ നേതൃയോഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഈ യോഗം ചർച്ച ചെയ്യും. പരമാവധി സീറ്റുകൾ പാർട്ടിക്ക് ലഭിക്കുക എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പ്രധാനമായും അജണ്ടയിൽ വരുന്നത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, സീറ്റ് വിഭജനം, ഒപ്പം സഖ്യ കക്ഷികളുമായുള്ള ചർച്ചകളടക്കം ഈ യോഗത്തിൽ ചർച്ചയാകും. മാത്രമല്ല ഈ ദേശീയ രാഷ്ട്രീയവും പ്രധാനമായും ചർച്ചയാകുന്നുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് നിൽക്കാതെയുള്ള ഒരു നിലപാടാണ് നിലവിൽ CPM സ്വീകരിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രകളിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇത് എത്രത്തോളം പാർട്ടിക്കടക്കം നിർണായകമാകുമെന്നും യോഗത്തിൽ ചർച്ചയാകേണ്ട കാര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദേശീയ പാർട്ടിയായി അംഗീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ CPM പുറത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ പ്രാതിനിധ്യം ഉണ്ടാക്കേണ്ടത് CPMനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതായിരിക്കും പാർട്ടിയുടെ ലക്ഷ്യം. ഒപ്പം ഇനി സ്വീകരിക്കേണ്ട നയപരമായ കാര്യങ്ങളടക്കം പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിലേക്ക് വന്നാൽ ഈ CPM ഭരിക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് കേരളം. ഈ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളടക്കം CPM ചർച്ച ചെയ്യും. ഒപ്പം ഈ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ, എക്സാലോജിക് വിവാദമടക്കം യോഗത്തിൽ ചർച്ചയാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആദ്യ ദിവസം പോളിറ്റ് ബ്യൂറോ യോഗമാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും 2 ദിവസം കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും നടക്കുന്നത്. ഇന്നലെ തന്നെ CPM കേന്ദ്ര നേതാക്കളടക്കം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിയോടുകൂടി തന്നെ പോളിറ്റ് ബ്യൂറോ യോഗം നടക്കും. ഈ പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സാഹചര്യം വിലയിരുത്തും. ഒപ്പം ഗവർണർ വിവാദം വലിയ തരത്തിൽ രൂക്ഷമായി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇതിൽ പ്രധാനമായും സ്വീകരിക്കേണ്ട കാര്യങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും. മാത്രമല്ല സംസ്ഥാനത്തെ ഈ ഗവർണർ സർക്കാർ പോരിൽ കേന്ദ്രം ഉൾപ്പെടെ ഒരു ഇടപെടൽ നടത്തിക്കഴിഞ്ഞു. കേന്ദ്ര സുരക്ഷ അടക്കം ഗവർണർക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നടക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും സർക്കാർ അല്ലെങ്കിൽ പാർട്ടി വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. എന്തായാലും 3 ദിവസം പ്രധാനമായും CPMനെ സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ നടക്കും. നിർണായകമായ തീരുമാനങ്ങളടക്കം ഈ യോഗത്തിൽ കൈക്കൊള്ളുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. SK.